ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമായ പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. കുമ്പളങ്ങ പച്ചടിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ല സ്വാദിഷ്ടമായ കുമ്പളങ്ങ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള വലിപ്പത്തിലാണ് ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടുതൽ ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുമ്പളങ്ങ വെന്ത് വരുമ്പോൾ അതിൽ നിന്നും എക്സ്ട്രാ വെള്ളം വരും. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം വളരെ കുറച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഗ്യാസ് ഓണാക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് കുമ്പളങ്ങ കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്ന് കഷ്ണങ്ങളെല്ലാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. കുമ്പളങ്ങ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ കുക്ക് ചെയ്യണം. കഷ്ണങ്ങളെല്ലാം വെന്ത് വരുന്ന ടൈമിൽ നമുക്ക് പച്ചടിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ ഒരു പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള പച്ചമുളക് അത്യാവശ്യം എരിവ് കൂടുതലുള്ളതായതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് മാത്രം എടുത്തത്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ 1 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം മിക്സിയുടെ ജാറിലിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. ഞാനിവിടെ തേങ്ങയൊക്കെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴേക്കും കുമ്പളങ്ങ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വെന്ത കുമ്പളങ്ങ കഷ്ണങ്ങളിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 4-5 മിനിറ്റ് ചെറിയ തീയിൽ അരപ്പ് വേവിച്ചെടുക്കാം. അങ്ങനെ 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കി നന്നായി ഇളക്കി യോജിപ്പിക്കാം. അരപ്പൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റ് തണുത്തതിന് ശേഷം മാത്രമേ ഞാൻ പച്ചടിയിലേക്ക് തൈര് ഒഴിക്കുന്നുള്ളൂ. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചടിയിലോട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള തൈരിന് അധികം പുളിയില്ല, അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് തൈര് എടുത്തത്. കുറച്ച് പുളിയൊക്കെ ഉള്ള തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് തൈര് എടുത്താൽ മതിയാകും. ഇനി തൈരൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൾസ് ബട്ടണിൽ ഒന്ന് കറക്കിയെടുക്കാം. എന്നിട്ട് അടിച്ചെടുത്ത തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ സമയം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ പച്ചടിക്ക് കുറച്ച് ഉപ്പ് കുറഞ്ഞത് കാരണം ഞാൻ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സദ്യ സ്റ്റൈൽ പച്ചടി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചടിയിലോട്ട് കടുകും മുളകും താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട്. പച്ചടിയിലൊക്കെ താളിച്ചൊഴിക്കുമ്പോൾ എണ്ണ ഒരു ഇത്തിരി കുറച്ച് കൂടുതൽ ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ടേസ്റ്റും കൂടും. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം.
കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് റെഡിയാക്കി വച്ചിരിക്കുന്ന പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ സ്പൂണ് വെച്ച് ഇളക്കാതെ ഒരു 2-3 മിനിറ്റ് അടപ്പ് വെച്ച് അടച്ചു വയ്ക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഉടനെ തന്നെ അടച്ചു വയ്ക്കുമ്പോൾ താളിച്ചതിൻ്റെ ഫ്ലേവർ മുഴുവൻ പച്ചടിയിലേക്ക് നന്നായി ഇറങ്ങിച്ചെല്ലും. അപ്പോൾ പച്ചടിയുടെ സ്വാദ് ഒന്നിരട്ടിക്കും. ഇനി 2-3 മിനിറ്റിന് ശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്റ്റൈൽ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.